10 ഗ്രാം സ്വർണത്തിന് 1.5 ലക്ഷം രൂപ കടക്കുന്ന ഒരു കാലത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമായിക്ക് തോന്നാം, പക്ഷെ നമ്മളിപ്പോൾ ആ ദിശയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഫ്യൂച്ചേഴ്സ് വ്യാപാരത്തിൽ സ്വർണ്ണവില 10 ഗ്രാമിന് 1.25 ലക്ഷത്തിനടുത്തേക്ക് കുതിച്ചുയർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് ലോകം ഇപ്പോൾ മഞ്ഞ ലോഹത്തിന് പിന്നാലെ ഭ്രാന്തമായി പായുന്നത്? ഇതിന് പിന്നിൽ അമേരിക്കൻ സുപ്രീം കോടതിയുടെ ഒരു നിർണായക വിധിയുണ്ടോ? ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഇതെങ്ങനെ ബാധിക്കും? ഇതിനെക്കുറിച്ചെല്ലാം കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് പറയാനുള്ളത് എന്താണ്? സ്വർണ്ണ വിപണിയിലെ ഈ സുനാമിയുടെ രഹസ്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. സ്വർണം എന്നത് ഭാരതീയർക്ക് വെറും ഒരു ആഭരണമല്ല, അതൊരു വികാരവും സുരക്ഷിതമായ നിക്ഷേപമൊക്കെയാണ്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. കഴിഞ്ഞ ദിവസം നടന്ന RBI സെൻട്രൽ ബോർഡ് യോഗത്തിന് ശേഷം ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതാണ്. സ്വർണ്ണ വിലയിലെ ഈ കുതിച്ചുചാട്ടം സർക്കാർ അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്: സാധാരണക്കാർ വാങ്ങുന്നത് കൊണ്ടാണോ വില കൂടുന്നത്? അല്ലേയല്ല. മന്ത്രിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ ലോകമെമ്പാടുമുള്ള സെൻട്രൽ ബാങ്കുകൾ സ്വർണം വാരിക്കൂട്ടുകയാണ്. പ്രത്യേകിച്ചും വികസ്വര രാജ്യങ്ങളിലെ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരമായി സ്വർണത്തെ മാറ്റുന്നു. ആഗോള വിപണിയിലെ അനിശ്ചിതത്വത്തിൽ നിന്നും രക്ഷപ്പെടാനായി സ്വർണമല്ലാതെ മറ്റൊരു മികച്ച മാർഗമില്ലെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഈ വിലക്കയറ്റത്തിന് പിന്നിൽ മറ്റൊരു വലിയ അന്താരാഷ്ട്ര കാരണവുമുണ്ട്. അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏർപ്പെടുത്തിയ ചില പ്രത്യേക വ്യാപാര താരിഫുകൾ US സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം റദ്ദാക്കി. ഇന്ത്യൻ നാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം കൊണ്ടുവന്ന ഈ ഒരു അടിയന്തര നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ ആഗോള വിപണിയിൽ ഡോളറിന് പകരമായി സ്വർണത്തിന് ഡിമാൻഡ് വർദ്ധിച്ചു. അമേരിക്കൻ വിപണിയിലെ ഈ മാറ്റങ്ങൾ ഇന്ത്യയെയും ബാധിക്കും. USുമായുള്ള വ്യാപാര കരാറുകളെക്കുറിച്ച് ഇന്ത്യ ഇപ്പോൾ പുനർചിന്തനം നടത്തുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഗുണകരമാകുന്ന രീതിയിൽ പുതിയ വ്യാപാര ഉടമ്പടികൾ ഒപ്പിടുമെന്ന് മന്ത്രി വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് ആഗോളതലത്തിൽ സാമ്പത്തിക യുദ്ധം മുറുകുമ്പോൾ ഇന്ത്യ തന്ത്രപരമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുന്നു. സ്വർണ്ണവില ഉയരുന്നത് കണ്ട് നമ്മൾ പേടിക്കണോ? RBI ഗവർണർ സഞ്ജയ് മൽഹോത്ര നൽകുന്ന കണക്കുകൾ ശ്രദ്ധേയമാണ്. സ്വർണ്ണവില കുതിച്ചുയരുമെങ്കിലും ഇന്ത്യയിലേക്കുള്ള സ്വർണ്ണ ഇറക്കുമതിയുടെ മൊത്തത്തിലുള്ള മൂല്യം സമീപ മാസങ്ങളിൽ വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടില്ല. ഇതിന്റെ അർത്ഥം വില കൂടിയതുകൊണ്ട് മാത്രം ഇന്ത്യക്കാർ വാങ്ങുന്നത് നിർത്തിയിട്ടില്ല, മറിച്ച് ഡിമാൻഡ് ഒരു പരിധിക്കപ്പുറം പോയിട്ടുമില്ല. മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ഉത്സവ സീസണുകളിലും വിവാഹ സീസണുകളിലും സ്വർണത്തിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാകും. ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. എന്നാൽ ആഗോളതലത്തിൽ സെൻട്രൽ ബാങ്കുകൾ കാണിക്കുന്ന ഈ ഒരു ആവേശം സ്വർണത്തെ ഒരു വലിയ നിക്ഷേപ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ചില കണക്കുകൾ കൂടി പരിശോധിക്കാം. മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ചിൽ ഏപ്രിൽ മാസത്തെ സ്വർണ്ണ കരാറുകൾ 1.88% ഉയർന്ന് 1,59,822 രൂപയിലെത്തി. വെറും ഒറ്റ ദിവസം കൊണ്ടാണ് ഈ വമ്പൻ കുതിപ്പ്. അന്താരാഷ്ട്ര വിപണിയായി കോമെക്സിലും ഔൺസിന് $5,277 എന്ന റെക്കോർഡ് നിരക്കിലാണ് സ്വർണം പാഞ്ഞെടുക്കുന്നത്. സ്വർണത്തോടൊപ്പം വെള്ളിയും ലോക ബാങ്കുകൾ വലിയ തോതിൽ സംഭരിക്കുന്നുണ്ട്. ഇതൊരു മറ്റൊരു വസ്തുത. ചുരുക്കത്തിൽ സ്വർണ്ണ വിലയിലെ ഈ കുതിപ്പ് കേവലം ഒരു താൽക്കാലിക പ്രതിഭാസമല്ല, ഇത് ലോക സാമ്പത്തിക ക്രമം മാറുന്നതിന്റെ സൂചനയാണ്.